കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനെ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തീരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സത്യത്തിൻ്റെ വചനവും വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവും ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അങ്ങ് അത്ഭുതകരമായ രഹസ്യം മനുഷ്യർക്കങ്ങ് വെളിപ്പെടുത്തിയല്ലോ. സത്യവിശ്വാസത്തിൻ്റെ പ്രഘോഷണം വഴി നിത്യമായ ത്രിത്വത്തിൻ്റെ മഹത്വം അംഗീകരിക്കുവാനും മഹാപ്രാഭവമുള്ള ഏകത്വം ആരാധിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്ന്. ദൈവത്തിൻ്റെ ജ്ഞാനം ഇപ്രകാരം അരുൾ ചെയ്യുന്നു: കർത്താവ് തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ തൻ്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു. യുഗങ്ങൾക്ക് മുൻപ്, ഭൂമിയുടെ ആവിർഭാവത്തിന് മുൻപ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു. സമുദ്രങ്ങൾക്കും ജലസമൃദ്ധമായ അരുവികൾക്കും മുൻപ് തന്നെ എനിക്ക് ജന്മം കിട്ടി. പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും രൂപം കിട്ടുന്നതിന് മുൻപ് ഞാനുണ്ടായി. ഭൂമിയോ അതിലെ വയലുകളോ അതിലെ പൂഴിത്തരിയോ നിർമ്മിക്കുന്നതിന് മുൻപ് എനിക്ക് ജന്മം നൽകപ്പെട്ടു. അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോഴും സമുദ്രത്തിന് മീതെ ചക്രവാളം നിർമ്മിച്ചപ്പോഴും ഉയരത്തിൽ മേഘങ്ങൾ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിന് ഉറവകൾ സ്ഥാപിച്ചപ്പോഴും ജലം തൻ്റെ കൽപ്പന ലംഘിക്കാതിരിക്കുവാൻ വേണ്ടി സമുദ്രത്തിന് അതിരിട്ടപ്പോഴും ഭൂമിയുടെ അടിത്തറ ഉറപ്പിച്ചപ്പോഴും വിദഗ്ധനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു. അനുദിനം ആഹ്ലാദിച്ചുകൊണ്ടും അവിടുത്തെ മുൻപിൽ സദാ സന്തോഷിച്ചുകൊണ്ടും ഞാൻ കഴിഞ്ഞു. മനുഷ്യൻ അധിവസിക്കുന്ന അവിടുത്തെ ലോകത്തിൽ ഞാൻ സന്തോഷിക്കുകയും മനുഷ്യപുത്രരിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം, എത്ര മഹനീയം. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്തു മേന്മയുണ്ട്. അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം, എത്ര മഹനീയം. അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവന് ആധിപത്യം നൽകി. എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിന് കീഴിലാക്കി. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം, എത്ര മഹനീയം. ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലത്തിനെയും തന്നെ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം, എത്ര മഹനീയം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, വിശ്വാസത്താൽ നീതിവൽക്കരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും ഉണ്ടായിരിക്കുന്നവനും ഇപ്പോൾ ഉള്ളവനും ഇനിയും എന്നും ഉണ്ടായിരിക്കുന്നവനുമായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പരിശുദ്ധനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഒരു ദിവ്യകാരുണ്യ സ്വീകരണ ഗാനം വളരെ സുന്ദരമായൊരു ഗാനമാണ്. ആ ഗാനത്തിൽ ഈ ത്രിത്വൈക ദൈവത്തോടുള്ള ആരാധന വരികൾ ചേർത്ത് വച്ചിട്ടുണ്ട്. അത് വളരെ സുന്ദരമാണ്. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, നമുക്ക് കഴിഞ്ഞ ആഴ്ച പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ കൊണ്ടാടി. അതിൻ്റെ മുന്നത്തെ ആഴ്ച കർത്താവിൻ്റെ സ്വർഗാരോഹണം. ഏപ്രിൽ 20 ഈശോയുടെ ഉയർപ്പ് നമ്മൾ ആചരിച്ചു. ക്രിസ്മസിന് ഈശോയുടെ ജനനം ആചരിക്കുന്നു. പിന്നെ അടുത്ത ആഴ്ച പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ. പിതാവായ ദൈവത്തിന് വല്ല തിരുനാളും ഉണ്ടോ? പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ഏതെങ്കിലും പള്ളിയുണ്ടോ? പാവപ്പെട്ട പിതാവ് ആരും മൈൻഡ് ചെയ്യുന്നില്ല. പിതാവിന് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം പിതാവിനെ അനുസ്മരിക്കുന്ന ഒരേ ഒരു ദിവസം ഇതാണെന്ന് തോന്നുന്നു. കാരണം പിന്നാമ്പുറത്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് പിതാവാണല്ലോ. അപ്പം ആ ഗാനം ഇങ്ങനെയാണ്: ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ വാത്സല്യമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് പാടാവോ? ആരാധന, ആരാധന, യേശുവേ ആരാധന. ഇത് ഈ രഹസ്യം, ഇത് വലിയ രഹസ്യമാണ്. ഇത് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. രഹസ്യം എന്ന് പറയുന്നത് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്ന് അല്ലേ. നമ്മളിപ്പോൾ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ഈരടിയുടെ പാടിയപ്പോൾ ആരാധന, യേശുവിന് ആരാധനയാണ് നമ്മൾ പാടിയത്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്താൻ സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. ഇങ്ങനെയുള്ള വചനങ്ങൾ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഈശോയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ഈ രഹസ്യത്തെക്കുറിച്ച് നമുക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുകയില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 2-ാം വാക്യം, നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. അതാണ്, ദൈവത്തെക്കുറിച്ച് നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഞങ്ങൾ അച്ഛന്മാർ ഒത്തിരി വർഷം തിയോളജി പഠിച്ച ഞങ്ങൾക്കും എല്ലാം ഒന്നും മനസ്സിലായിട്ടില്ല. എല്ലാം മനസ്സിലാക്കാൻ പറ്റുകയില്ല. മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട എന്നാണ് പറയുന്നത്. അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. എല്ലാം അങ്ങ് ബുദ്ധി കൊണ്ട് ചോദ്യം ചെയ്യാൻ പോയാൽ ഒന്നും മനസ്സിലാകുകയില്ല, ഇട്ടിട്ട് പോകേണ്ടി വരും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത് രഹസ്യമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 33-ാമത്തെ വാക്യം, ഹാ, ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം. ഇതാണ്, ഇത് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ്.
ഒരു മിന്നലൊളിയിലൂടെ ദൈവത്തിൻ്റെ സ്പർശനം കിട്ടിയ പൗലോസ് ഈശോയെ അറിയാൻ ശ്രമിച്ചു. എന്നിട്ടും അദ്ദേഹം പറയുന്നത് ഇത് വളരെ ദുർഗ്രഹമാണ്, ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ചില ആളുകളും ഇങ്ങനെ കൗൺസിലർമാരുടെ അടുത്ത് പോയിട്ട് എന്നെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ, ഇനി എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. ശുദ്ധ അബദ്ധമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ദൈവത്തെക്കുറിച്ച് നമുക്കറിയില്ല, നമുക്കറിയാവുന്നത് ദൈവത്തിന് മാത്രമാണ്. ദൈവം ഒരു മനുഷ്യന് നമ്മളെക്കുറിച്ച് എല്ലാം വെളിപ്പെടുത്തി കൊടുത്താൽ അവർ ദൈവത്തെ പോലെ ആയില്ലേ? അപ്പൊ കുറെ ദൈവങ്ങളുണ്ടോ? നമ്മളെക്കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യം ആളുകൾ വെളിപ്പെടുത്തി തന്നാൽ നമ്മളെക്കുറിച്ച് അവർക്കറിയാമെങ്കിൽ ദൈവത്തിന് മാത്രമല്ലേ എല്ലാം അറിയാൻ പറ്റുള്ളൂ? ചില കൗൺസിലർമാർ അവരിങ്ങനെ ഇല്ലാത്തത് പറയും. ഇങ്ങനെ മുമ്പിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം, മാലാക വന്ന് പുറകെ നിൽക്കുന്നു, യൗസേപ്പ് പിതാവ് അവിടെ ഇങ്ങനെ കൈപിടിച്ചിട്ട് നിൽക്കുന്നു, മാതാവ് ഇങ്ങനെ നീലമേലങ്കി പൊതിഞ്ഞു പിടിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. അത് അവർ പലരും പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ കൗൺസിലിംഗ് സൂപ്പർ കൗൺസിലിംഗ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടൊരു ധ്യാന ഗുരു കൗൺസിലർമാരോട് ഇങ്ങനെ പറഞ്ഞു, ഉള്ളതിൽ കൂടുതൽ മേന്മ നടിക്കരുത്. ഇല്ലാത്ത കൃപകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇത് എനിക്കുള്ള കൃപയാണ്, എനിക്കിതൊക്കെ അറിയാൻ പറ്റും, ഞാൻ പറയണതൊക്കെ ശരിയാണ് എന്ന് പറയരുത് എന്ന് പറഞ്ഞു. ഉള്ളതിൽ കൂടുതൽ മേന്മ നടിക്കരുത്. ഒരു കൗൺസിലർ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ആളുകളോട് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛാ. അപ്പം ആളുകളോട് ചോദിക്കാൻ പോരുത്, ദൈവത്തിന് മാത്രം അറിയാൻ പാടുള്ളൂ. ദൈവത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാൻ സാധിക്കുകയില്ല. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ത്രിത്വൈക ദൈവം എന്ന രഹസ്യം അത് ബൈബിളിൽ പല സൂചനകളുണ്ട്, പുതിയ നിയമത്തിൽ വളരെ പ്രകടമായിട്ടുണ്ട്, അത് നമുക്കറിയാം. മംഗളവാർത്ത സമയത്ത് ഇല്ല ദൈവത്തിൻ്റെ ദൂതൻ അപ്പം തന്നെ മറിയത്തിൽ ഉരുവാകുന്നു, പരിശുദ്ധാത്മാവെന്ന് നിറയുന്നു. ജ്ഞാനസ്നാന വേളയിൽ ഈശോ അവിടെ ഉണ്ട്, ദൈവത്തിൻ്റെ സ്വരം പരിശുദ്ധാത്മാവെന്ന് നിറയുന്നു. ഇനി പൗലോസ് അപ്പോസ്തലൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ഒരു പ്രയോഗങ്ങൾ, പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ഡയറക്റ്റ് സൂചനയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമുക്കെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ആരോ ഒരാൾ കൂടെയില്ലേ, ആരോ രണ്ടുപേര് കൂടെയില്ലേ? നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. വീണ്ടും മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോഴും ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിലൊരുവനെ പോലെ ആയിരിക്കുന്നു. എന്നെ പോലെ ആയിരിക്കുന്നു എന്നല്ല, ഒറ്റ സിംഗിൾ ആണെങ്കിൽ അങ്ങനെയല്ലേ പറയണ്ട. ഇനി ബാബേൽ ഗോപുരം പണിയുന്ന സമയത്ത് അത് ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്കിറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. നമുക്കിറങ്ങിച്ചെന്ന് അത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അബ്രഹാത്തെ ദൈവം സന്ദർശിക്കുന്നുണ്ട്. അത് അബ്രഹാം അങ്ങനെ കൂടാരത്തിന്റെ വാതിക്കൽ ഇരിക്കുകയാണ്. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടവൻ കൂടാരവാതിക്കൽ നിന്നെഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലംപറ്റെ താണ് അവരെ വണങ്ങി. 3 ആളുകൾ. ഇങ്ങനെയുള്ള സൂചനകൾ പഴയ നിയമത്തിലുമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 8-58 വാക്യം, അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. അബ്രഹാം ഉൽപ്പത്തിയിലല്ലേ? അബ്രഹാത്തിന് മുൻപ് ഞാനുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഈശോ ത്രിത്വൈക ദൈവത്തിൻ്റെ കൂടെയുള്ള ആളാണ്. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ ശ്രമിക്കേണ്ട ഒരു കഥ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് പലർക്കും അറിയാൻ സാധിക്കുന്നൊരു കാര്യമാണ്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ ഈ വിശ്വാസ രഹസ്യത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. അപ്പം അത് പഠിക്കാൻ സാധിക്കില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈശോ തന്നെ ഒരു ബാലൻ്റെ രൂപത്തിൽ കടൽ തീരത്ത് ചെന്നിട്ട് കടലിലെ വെള്ളം, കടൽ തീരത്തിന് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഒരു ഇത്തിള് കൊണ്ട് ആ വെള്ളം കോരി ഇങ്ങനെ കുഴിയിൽ നിറയ്ക്കുകയാണ്. അപ്പോൾ അഗസ്തീനോസ് പുണ്യവാളൻ ആ വഴി വരുമ്പോഴും ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ബാലൻ പറഞ്ഞു, ഞാൻ കടലിലെ വെള്ളം ഒരു ഇത്തിള് കൊണ്ട് ഈ കുഴിയിലേക്ക് നിറച്ച് വറ്റിക്കാൻ പോവുകയാണ്.
അപ്പോൾ അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞു, നീ ചെയ്യുന്നതൊരു മഹാമണ്ടത്തരമാണ്, നിനക്കൊരിക്കലും സാധിക്കാത്ത കാര്യമാണ്. അപ്പോൾ ബാലൻ പറഞ്ഞു, അങ്ങ് ചിന്തിക്കുന്ന കാര്യവും അങ്ങേക്ക് ഒരിക്കലും ഗ്രഹിക്കാൻ പറ്റില്ല. ത്രിത്വൈക ദൈവത്തെ അങ്ങേക്ക് അങ്ങയുടെ ബുദ്ധി കൊണ്ട് അത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളത് വിശ്വസിക്കാം. ഒന്നും ചോദ്യം ചെയ്യണ്ട, ചെയ്യാതിരിക്കുന്ന നല്ലത്. എനിക്കിത് മനസ്സിലായില്ല കർത്താവേ, എനിക്ക് വെളിപാട് പോലെ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. നമ്മൾ കിടക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങനെ പറഞ്ഞാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത്. ഈ തീർത്ഥാടനം നിങ്ങൾ വീട്ടിൽ നിന്ന് ആരംഭിച്ചപ്പോൾ, നിങ്ങൾ ബസ്സിലേക്ക് കയറുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് അല്ലേ, അങ്ങനെയല്ലേ ഇറങ്ങിയത്? നിങ്ങൾ യാത്ര ആരംഭിച്ചത് പിതാവിൻ്റെ പുത്രൻ്റെ നാമത്തിലല്ലേ? എല്ലാ കാര്യവും പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിലാണ്. ഇത് നമ്മൾ ചിലപ്പോൾ അറിയുന്നില്ല. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടും നമ്മൾ അവെയർ അല്ല പലപ്പോഴും. ഇത് അവെയർ ആകണം. ഇത് മറിയത്തെക്കുറിച്ച് നമ്മൾ കൊന്ത നമസ്കാരം ചൊല്ലുമ്പോൾ അതിലെ പിതാവായ ദൈവത്തിൻ്റെ മകൾ, പുത്രനായ ദൈവത്തിൻ്റെ അമ്മ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി എന്ന് പറയുമ്പോൾ മറിയത്തിന് ഈ ത്രിത്വൈക ദൈവത്തോടൊരു ബന്ധമുണ്ട്. ഈ ബന്ധമാണ് മറിയത്തെ വളർത്തിയത്. മറിയം ഈ ബന്ധം ഒരിക്കലും അത് നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. മറിയം അത് വളർത്തി, ആ ബന്ധം വളർത്തി. നമുക്ക് പിതാവായ ദൈവം, പുത്രനായ ഈശോ, പരിശുദ്ധാത്മാവ് ആ ഒരു ബന്ധത്തിൽ വളരാൻ സാധിക്കാത്തത് നമ്മൾ സ്വന്തമെന്ന് കരുതാത്തത് കൊണ്ടാണ്. സ്വന്തമെന്ന് കരുതിയാൽ നമുക്ക് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന രഹസ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. അത് ദൈവം മാറ്റിത്തരും. നമുക്കതുകൊണ്ട് ഈ തിരുനാൾ ആചരിക്കുമ്പോൾ ദൈവമേ എനിക്ക് സ്വന്തം എന്ന പോലെ കരുതാൻ കൃപ നൽകണം. ഈ സ്വന്തമെന്ന് കരുതുമ്പോഴാണ് നമുക്ക് കൂടെ നിൽക്കാൻ പറ്റുക. മറിയത്തിൻ്റെ ഉദരത്തിൽ ഈശോ ഉരുവായി, പരിശുദ്ധാത്മാവിൽ ഉരുവായി. അത് ദൈവപിതാവാണ് അത് ഏൽപ്പിച്ചത്. ആ ദൗത്യം ഏൽപ്പിച്ചപ്പോഴും ത്രിത്വൈക ദൈവത്തോടൊരു വിധേയത്വം, ഒരു കൂറ് മറിയം പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു അണുകിട വ്യതിചലിക്കാതെ കുരിശിന്റെ വഴിയിലൂടെ ഒക്കെ നടന്ന് കുരിശിൻ ചവിട്ടിപ്പോയി നിന്ന് ഈശോയുടെ മരണത്തെ ആരാധിച്ചത്. അവിടെയാണത് പൂർത്തിയാകുന്നത്. ഈശോയുടെ കുരിശുമാണ് രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ മറിയം അവിടെ നിന്ന് ഈശോയെ ആരാധിച്ചു, ഈശോയുടെ കുരിശു മരണത്തെ ആരാധിച്ചു. നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് പരിശുദ്ധ ബലി അർപ്പിക്കാൻ വന്നിരിക്കുമ്പോൾ, പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈശോയെ ആരാധിക്കുകയാണ്. ഈശോയെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രോജക്റ്റ് അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു രഹസ്യം ഇത് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് തറഞ്ഞു കയറട്ടെ. പരിശുദ്ധാത്മാവ് നമുക്കത് ആ ബോധ്യം അത് നന്നായിട്ട് തരട്ടെ, മനസ്സിലാക്കി തരട്ടെ. നമ്മൾ ചിലപ്പോൾ ഒരു പ്രതീകമായിട്ട് പറയുന്നത്, ദൈവം ഒരു തീയാണെങ്കിൽ പുത്രൻ വെളിച്ചമാണ്. ഈശോ തന്നെ പറഞ്ഞിട്ട് ഞാൻ പ്രകാശമാണ്, ക്രിസ്തുവിൻ്റെ പ്രകാശം. ഇല്ല, മാമോദീസ സമയത്ത്, മരണസമയത്തൊക്കെ തിരി കത്തിക്കുന്നത്, പെസഹാ തിരി നിന്ന് കത്തിക്കുന്നത്, പെസഹാ തിരി ക്രിസ്തുവിന് പ്രകാശം. അപ്പം ക്രിസ്തു പ്രകാശമാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് ചൂടാണ്. പരിശുദ്ധാത്മാവ് ഒരു അഗ്നിയാണ്, നമ്മുടെ ഉള്ളിൽ നമ്മളെ തീക്ഷ്ണത ഉണ്ടാക്കുന്ന അഗ്നിയാണ്. ഇത് നമുക്ക് അനുഭവവേദ്യമാകട്ടെ. നമ്മൾ ഈ കുരിശടയാളം വരയ്ക്കുമ്പോഴും നിങ്ങൾക്കറിയാവോ കുരിശടയാളത്തിൻ്റെ അർത്ഥമറിയാവോ? കുരിശടയാളം പിതാവായ ദൈവം, സ്വർഗത്തിലുള്ള ദൈവം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമ്മളിങ്ങനെ കൈ മുകളിലേക്ക് എടുക്കുമ്പോൾ സ്വർഗത്തിലുള്ള പിതാവ് എന്ന അർത്ഥമുണ്ടത്. സ്വർഗത്തിലുള്ള പിതാവ്. ഇനി കൈ പുത്രൻ്റെയും എന്ന് പറഞ്ഞ് കരം താഴ്ത്തേക്ക് എടുക്കുമ്പോൾ ദൈവപിതാവ് ഈശോയെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു, കുരിശിൽ മരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു എന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കൈ താഴേക്കെടുക്കുന്നത്. ഇനി പരിശുദ്ധാത്മാവ് നമ്മളെ തിന്മയുടെ ഇടതുഭാഗത്ത് നിന്ന് വിശുദ്ധീകരിച്ച വലതുഭാഗത്തേക്ക് മാറ്റി നിർത്തി, വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തി. ഇതാണ് കുരിശടയാളത്തിൻ്റെ അർത്ഥം. ഇത് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് മനസ്സിലാക്കിയാണ് കുരിശടയാളം വരയ്ക്കുന്നത്. പലരും ചിലപ്പോൾ പള്ളിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ദേവാലയത്തിൽ തന്നെയും ഇങ്ങനെ എന്തൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ പിതാവായ ദൈവത്തെ, ഈ ത്രിത്വൈക ദൈവത്തെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? അല്ലേ? അവഹേളിക്കുന്നതിന് തുല്യമാണ്. പിതാവായ ദൈവം, സ്വർഗത്തിലുള്ള പിതാവായ ദൈവം ഭൂമിയിലേക്ക് പുത്രനെ അയച്ചു. പരിശുദ്ധാത്മാവ് നമ്മളെ തിന്മയുടെ ഇടതുഭാഗത്തുനിന്ന് നന്മയുടെ വലതുഭാഗത്തേക്ക് മാറ്റി നിർത്തി, വിശുദ്ധീകരിച്ചു. അതാണ് കുരിശടയാളത്തിന്റെ അർത്ഥം. അപ്പൊ അർത്ഥം മനസ്സിലാക്കി ചൊല്ലിയാൽ എത്ര സുന്ദരമാണ്. നമ്മൾ വിശ്വാസ പ്രമാണം എന്നും ചൊല്ലുന്നില്ലേ? വിശ്വാസ പ്രമാണത്തിന്റെ അന്തസത്ത എന്താ? ത്രിത്വൈക ദൈവ വിശ്വാസമാണ്. ത്രിത്വൈക ദൈവ വിശ്വാസമാണ്. വിശ്വാസ പ്രമാണം 33 തവണയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരില്ലേ?
ഭയം വരുമ്പോഴും നമുക്കൊരു കാര്യം പെട്ടെന്ന് സാധിച്ചു കിട്ടാനും വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് നല്ലതാ. കാരണം വിശ്വാസ പ്രമാണത്തിൽ ഈ ത്രിത്വൈക ദൈവ വിശ്വാസമാണ് നമ്മൾ ഏറ്റുപറയുന്നത്, അല്ലെ? അങ്ങനെയല്ലേ? ത്രിത്വൈക ദൈവ വിശ്വാസം. അവസാനം 5 കാര്യങ്ങൾ കൂടി നമ്മൾ ചേർത്ത് സഭയിൽ വിശ്വസിക്കുന്നു, പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു. ഇങ്ങനെ 5 കാര്യങ്ങൾ കൂടി നമ്മൾ ചേർത്ത് ചൊല്ലുമ്പോൾ അത് വിശ്വാസ പ്രമാണമായി. ഇതൊക്കെ എത്ര സുന്ദരമാണ്! നമ്മളിങ്ങനെ കുറേ പ്രാർത്ഥിച്ചു കൂട്ടാറുണ്ട്, അർത്ഥമില്ലാതെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, പല വിചാരത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഒന്നല്ല മനസ്സിലാക്കി, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എനിക്ക് ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇത് പിതാവിന് കൊടുക്കുന്ന, ത്രിത്വൈക ദൈവത്തിന് കൊടുക്കുന്ന സ്തുതിയാണ്. നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ത്രിത്വൈക ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയാണ്. ത്രിത്വൈക ദൈവത്തിന് സ്തുതി അർപ്പിക്കുമ്പോഴാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കുക. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അമ്മ നന്നായിട്ടൊരു കറി ഉണ്ടാക്കിയെന്ന് ഇല്ല, അമ്മ നന്നായിട്ടൊരു കറി ഉണ്ടാക്കി, അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു, ചിലപ്പോൾ നല്ല കൈയക്ഷരത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് അമ്മയെ കൊണ്ട് കാണിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു ചിത്രം വരച്ചിട്ട് അമ്മയെ കൊണ്ടുവന്ന് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് പറയും, കൊള്ളാം മകനെ, നന്നായിട്ടുണ്ട്, അമ്മ വെച്ച കറി നന്നായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവും, ഇല്ലേ? അമ്മയ്ക്ക് സന്തോഷമാവും, മക്കൾക്ക് സന്തോഷമാവും. അപ്പോൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? ദൈവം ചെയ്ത ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്താ? ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും. ഇതാണ് ദൈവത്തിൻ്റെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റ്. നമ്മളപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ഈശോ ചെയ്ത കാര്യം, പിതാവായ ദൈവം ചെയ്ത കാര്യം നമ്മൾ അംഗീകരിച്ചാൽ പിതാവായ ദൈവത്തിന് സന്തോഷമാവും. ഇതൊരു സിമ്പിൾ ലോജിക്കാണ്. അപ്പം നമ്മൾ കൊള്ളാം പിതാവേ, ഈശോയെ അയച്ചു തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങൾക്ക് സന്തോഷമായി. ഇനി കുരിശിൻ്റെ ചുവട്ടിൽ പോയി നിന്നിട്ട് ഈശോ സൂപ്പറായിട്ട് മരിച്ചിട്ടുണ്ട്, കൊള്ളാം ഈശോ അടിപൊളിയായിട്ട് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ശരിയാകുമോ? നമ്മൾ ഈശോയുടെ മരണത്തെ ആരാധിക്കുന്നത് കുംഭസാരത്തിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെയുമാണ്, ഞായറാഴ്ച ആചരണത്തിലൂടെയാണ്, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിലൂടെയാണ്. വേറൊരു വഴിയും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയില്ല. വേറെ ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട്, ഇപ്പം മുടി പഠിക്കലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ ചെയ്യുകയോ ചെയ്തത് വഴി ദൈവം ബഹുമാനിക്കപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ പ്രോജക്റ്റിനെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ സഹായിക്കുക. അപ്പൊ ദൈവം പറയും, കണ്ടോ, എൻ്റെ പ്രിയ മകന്റെ മരണത്തെ അവർ ആരാധിക്കുന്നത് കണ്ടോ, എൻ്റെ ദൈവപുത്രൻ, എൻ്റെ പ്രിയ സുതന്റെ മരണത്തെ അവർ ആരാധിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അനുഗ്രഹം പിതാവായ ദൈവം എടുത്തു തരും. പിതാവായ ദൈവമാണ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. പുത്രനെ അയച്ചു തന്നത് പിതാവായ ദൈവമാണ്. റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? ഈശോയെ തന്നെങ്കിൽ ദൈവപിതാവിന് നമ്മളിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും തരാൻ സാധിക്കും. ഒരു കുഞ്ഞിനെ തരാൻ സാധിക്കും, വിവാഹം നടത്തി തരാൻ സാധിക്കും, ജോലി, കടം, വീട്, പഠനം, ഇതെല്ലാം ദൈവത്തിന് തരാൻ സാധിക്കും, ദൈവാരാധന നടത്തിയാൽ, ഈ ത്രിത്വൈക ദൈവത്തെ ആരാധിച്ചാൽ. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങൾക്ക് ഈ ത്രിത്വൈക ദൈവത്തെ മനസ്സിലാക്കാനും ദൈവം ചെയ്ത പ്രോജക്റ്റിനെ അംഗീകരിക്കുവാനും ഈശോയുടെ കുരിശുമരണത്തെ ആരാധിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. മറിയം ചെയ്തതുപോലെ ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ നിന്ന് മറിയം ഈശോയുടെ മരണത്തെ ആരാധിച്ചതുപോലെ ഒരു ഞായറാഴ്ച പോലും മുടക്കം കൂടാതെ കുർബാനയിൽ പങ്കെടുക്കുവാൻ, കൂടെയുള്ള നാളുകളിൽ കുമ്പസാരിക്കുവാൻ, കഴിയുന്നത്രയും ഒരുക്കത്തോടുകൂടി കുർബാന സ്വീകരിക്കുവാൻ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങളെ പ്രത്യേകം സഹായിക്കണമേ. ഈ തിരുനാൾ ദിവസം ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം തരണമേ. ത്രിത്വൈക ദൈവമേ, ഈശോയെ തന്ന ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ നൽകണമേ. നമുക്ക് ഈ ചിന്തകൾ സ്വീകരിക്കാം. കുർബാനിലുടനീളം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും
എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും ദൈവത്തിൽ നിന്നുള്ള ദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തുനിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങ് കത്തോലിക്ക സഭയെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ കത്തോലിക്ക സഭയിലെ എല്ലാ ശുശ്രൂഷകളെയും എല്ലാ സംവിധാനങ്ങളെയും പരിശുദ്ധാത്മ നിറവിനാൽ അഭിഷേകം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തെ, ഇവിടെയുള്ള പ്രാർത്ഥനാ സങ്കേതങ്ങളെ, ഇവിടെയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ തീർത്ഥാടകരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുമായി അങ്ങയുടെ മക്കൾ ഇവിടെ വന്നു ചേർന്നിരിക്കുമ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാനാജാതി മതസ്ഥരെ അനുഗ്രഹിക്കണമേ. ഇവിടെ ആവശ്യങ്ങളോട് ചേർത്ത് ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങ് ദൈവമാണെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടുത്തി തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ഞങ്ങൾക്ക് വേണ്ടി പുത്രനായ ഈശോയെ തന്ന ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഞങ്ങളെ തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. രക്ഷാകര പദ്ധതിക്ക് വേണ്ടി മറിയത്തെ തെരഞ്ഞെടുത്ത ദൈവമേ, ഞങ്ങളെയും അങ്ങ് ഉപയോഗിക്കണമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടുത്തെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുന്നത് വഴി ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങ് പവിത്രീകരിക്കുകയും അവയാൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായൊരു കാഴ്ച വസ്തുവായി മാറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ അങ്ങേ
ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും ആണല്ലോ. അങ്ങേജാതനായ ഏകപുത്രനോടും പരിശുദ്ധാത്മാവോടും കൂടെ അങ്ങ് ഏകദൈവവും ഏകകർത്താവുമാകുന്നത് ഒരു വ്യക്തിയുടെ ഏകത്വത്തിലല്ല, പ്രത്യുത ഒരു സത്തയുടെ ത്രിത്വത്തിലാണല്ലോ. എന്തെന്നാൽ അങ്ങ് മഹത്വത്തെക്കുറിച്ച് അങ്ങ് വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതങ്ങ് പുത്രനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒരു വ്യത്യാസവുമില്ലാതെ ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അങ്ങനെ സത്യവും സനാതനവുമായ ദൈവത്വത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ വ്യക്തിയിലുള്ള തനിമയും സത്തയിലുള്ള ഏകത്വവും മഹിമയിലുള്ള തുല്യതയും ആരാധിക്കപ്പെടുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മതം പിണ്ടലമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായി പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക്
കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണമെങ്കിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാ
ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണയാണി എങ്ങളിൽ കണിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണയാണി ഞങ്ങളിൽ കണിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണയാണി ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ്